തല്ലിപ്പഴുപ്പിക്കുക എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഏതായാലും തല്ലി തല്ലി പഴുത്തു എന്ന് തോന്നുന്നു. പറഞ്ഞു വരുന്നത് കോൺഗ്രസിൻ്റെ വീട് നിർമ്മാണമാണ്. വയനാട്ടിലെ മഹാദുരന്തത്തിൽ മരിച്ചുപോയ മനുഷ്യർക്ക് വേണ്ടി പിരിവെടുത്ത് അതിൻ്റെ കോടികൾ പുട്ടടിച്ച് 7 സ്റ്റാർ ഹോട്ടലിൽ അതേ കണ്ണീർ പുഴ ഒഴുകുന്ന വയനാടിൻ്റെ മണ്ണിൽ ക്യാമ്പ് നടത്തിയ കോൺഗ്രസ്, നിരവധി അനവധി ഡേറ്റുകൾ പറഞ്ഞു മടുത്ത സിദ്ദീഖ് കോൺഗ്രസ് സ്ഥാപക ദിനത്തിൽ ജനുവരി 1, ജനുവരി 2, ജനുവരി 10 ഇങ്ങനെ പറഞ്ഞ് മടുത്ത് നാട്ടുകാരാണെങ്കിൽ പിറകെ കൂടി പണമെവിടെ, വീടെവിടെ, നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത പണമെവിടെ എന്നൊക്കെ ചോദിച്ച് അവസാനം ഇപ്പോൾ ഇന്നലെ ഒരു വാർത്ത കേൾക്കുന്നു, കോൺഗ്രസ്സുകാർ മേപ്പാടിക്കടുത്ത് സ്ഥലം എടുത്തിട്ടുണ്ട്. ഏതാ സ്ഥലം എന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഏറ്റവും രസകരമായ കാര്യം, ചെങ്കുത്തായ ഒരു മലയെടുത്തിട്ടുള്ളത്. ആ മലയുടെ ഈ എടുത്ത ഭൂമിയുടെ അതിര് വേലി കെട്ടിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? കാട്ടാന വരാതിരിക്കാൻ ഇലക്ട്രിക്കൽ വേലി കെട്ടിയതിൻ്റെ തൊട്ടപ്പുറത്ത് ചെങ്കുത്തായ സ്ഥലം, തൊട്ട് താഴെ ചെക്ക് ഡാമുണ്ട്. ആ ചെക്ക് ഡാമിൽ വെള്ളം നിറഞ്ഞാൽ മഴക്കാലത്ത് ഇങ്ങോട്ട് കയറും. വിവാദങ്ങൾക്കൊടുവിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി വയനാട്ടിൽ ആദ്യഘട്ട ഭൂമി ഏറ്റെടുത്ത് കോൺഗ്രസ്. ആദ്യഘട്ട സ്ഥലം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാപ്പിത്തോട്ട് മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിൽ 3.25 ഏക്കർ സ്ഥലമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഭവന പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുത്ത വിലയ്ക്ക് വാങ്ങിയ ആ പ്ലോട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കുന്നമ്പറ്റയിലാണ് ഈ സ്ഥലം ഉള്ളത്. പകലക്കാലം വരും ഭയങ്കര വിഷമുണ്ട്. എനിക്ക് ജീവിതം പ്രശ്നം ബുദ്ധിമുട്ടായിട്ടുണ്ട്. വൈകിട്ടായാൽ കാട്ടാനകളുടെ താണ്ഡവമാണ്. കൺമുന്നിൽ കാണുന്നതെല്ലാം ചവിട്ടി മെതിക്കും. അത് കവുങ്ങായാലും കാപ്പിയായാലും. അത് കഴിഞ്ഞ് നേരം പുലരും വരെ കൃഷിയിടങ്ങളിലും റോഡരികിലുമെല്ലാം ഉണ്ടാകും. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കുന്നമ്പറ്റയിലാണ് കാട്ടാനയുടെ പരാക്രമം. ഏത് സമയത്താണ് ഏത് ഭാഗത്തുനിന്നാണ് ആന ഇറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. വീട്ടിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ. ഒരു കൃഷി ഉണ്ടാക്കാൻ പറ്റൂല, ഇതാ പുല്ലുണ്ടാക്കാൻ പറ്റില്ല, നടത്ത് പുല്ലുണ്ടാക്കിയതൊക്കെ കാന നശിപ്പിച്ച ഒരു കൃഷി ഉണ്ടാക്കാൻ പറ്റൂല. രാത്രി ആയി പുറത്തിറങ്ങാൻ പറ്റൂല, മക്കൾക്ക് മദർസയിൽ പോകാൻ പറ്റൂല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. ആനപ്പേടി കാരണം നേരം ഇരുട്ടിയാൽ പുറത്തിറങ്ങാൻ പേടിയാണ്. മൂപ്പൻകുന്ന്, സീതാറാം വയൽ, 8-ാം നമ്പർ വയൽ എന്നിവിടങ്ങളാണ് ആനകളുടെ താവളം. കഴിഞ്ഞ വർഷമാണ് തോട്ടം തൊഴിലാളിയായ പാർവതി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ചൂരൽമല പുനരധിവാസത്തിന് കോൺഗ്രസ് വാങ്ങിയ സ്ഥലം കാട്ടാന ശല്യമുള്ള മേഖലയാണ്. ഒരു മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന മനുഷ്യർ കുത്തനെയുള്ള ഭൂമിയിൽ മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് അവർ ഓടി രക്ഷപ്പെട്ട് സമതലങ്ങളിലേക്കാണ്. വയനാടിൻ്റെ സമതലമായ ഒരു പ്രദേശത്താണ് ഗവൺമെൻറ് അവർക്ക് വേണ്ടി വീടൊരുക്കുന്നത്. അതിലൊന്നും പോയി കൂടരുത്, ഞങ്ങൾ മനോഹരമായ സ്ഥലം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞത് കേട്ട് 10-100 ആളുകൾ അതിൽ നിന്ന് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അതവിടെ കിടക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഈ കാട്ടാന ശല്യമുള്ള ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ KPCC പ്രസിഡൻറ്റിൻ്റെ മറുചോദ്യമാണ്, വയനാട്ടിൽ എല്ലായിടത്തും കാട്ടാന ശല്യമല്ലേ, കാട്ടാന ശല്യം ഇല്ലാത്ത സ്ഥലമുണ്ടോ വയനാട്ടിൽ? എൻ്റെ പൊന്നാര KPCC പ്രസിഡന്റ്, കൽപ്പറ്റയുടെ നഗരഭാഗത്ത് ഹൃദയഭാഗത്ത് ഒരു സമതലത്തിൽ ഉണ്ടാക്കുന്ന ആ സ്ഥലമൊന്ന് പോയി നോക്ക്. 410 വീടുകളാണ് ഉണ്ടാക്കുന്നത്. അവർ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അതിനകത്ത് 12 കിലോമീറ്ററാണ് റോഡുകളുള്ളത്, ഡ്രൈനേജുകളുള്ളത്, മിനി ബ്രിഡ്ജുള്ളത്, കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ടാക്കുന്നത്, തിയേറ്റർ ഉണ്ടാക്കുന്നത്, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്, അംഗനവാടി ഉണ്ടാക്കുന്നത്, മാർക്കറ്റ് ഉണ്ടാക്കുന്നത്, PHC പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഉണ്ടാക്കുന്നത്, 9 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്നത്, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാ സൗകര്യമുള്ളിടത്തു നിന്നാണ് നിങ്ങൾ കുറേ ആളുകളെ വിളിച്ചുകൊണ്ടിട്ട് നിങ്ങൾ വാ അവരുടെ കൂടെ കൂടണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിശ്വസിച്ചിറങ്ങിപ്പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ. നിങ്ങളിപ്പോൾ എത്ര പേർക്കാണ് വീടുണ്ടാക്കുന്നത്? കോൺഗ്രസ് 100 പേർക്ക്, യൂത്ത് കോൺഗ്രസ് 30 പേർക്ക്, രാഹുൽ ഗാന്ധിൻ്റെ 100ഒക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. കോൺഗ്രസ് ഉണ്ടാക്കുന്ന 100ഉം യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കുന്ന 30ഉം 130 വീട്. നിങ്ങളിപ്പോൾ എത്രയാണ് സ്ഥലം എടുത്തതെന്ന് പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 3 ഏക്കർ ഭൂമിയാണ്. ഈ 3 ഏക്കർ ഭൂമിയിൽ 130 ആളുകൾക്ക് വീടുണ്ടാക്കുമ്പോൾ ഒരാൾക്ക് കഷ്ടിച്ച് 2 സെൻറ്റ്, 2.3 സെൻറ്റ് പോട്ടെ, 2.5 സെൻറ്റ് എന്ന് കൂട്ടിക്കോ. 2.5 സെൻറ്റിലാണോ നിങ്ങൾ വീടുണ്ടാക്കാൻ പോകുന്നത്? എന്നിട്ടും ബടായിക്കൊരു കുറവില്ല. 8 സെൻറ്റിലാണ് ഉണ്ടാക്കുക ഇല്ലേ? എങ്ങനെയാണ് ആ കണക്കൊന്ന് പറയാം? വലിയ കണക്കിൻ്റെ വിദഗ്ധന്മാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കൂട്ടിൽ, അതിശയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. 3 ഏക്കർ സ്ഥലത്ത് 130 ആളെ എങ്ങനെ ഉൾക്കൊള്ളിക്കും? അതും കാട്ടാന ശല്യമുള്ള, വെള്ളപ്പൊക്ക ശല്യമുള്ള, കുത്തനെയുള്ള ഭൂമിയിൽ എങ്ങനെ ഉണ്ടാക്കും കോൺഗ്രസ്? നിങ്ങൾ ആരെ പറ്റിക്കാനായി നാടൻ കളിക്കുന്നത്? നിങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ല, നിവൃത്തിയില്ല. തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം, ഇതാ ഞങ്ങളൊരു വീടുണ്ടാക്കി, ഞങ്ങളൊരു സ്ഥലം എടുത്തിരിക്കുന്നു എന്ന് കാണിക്കാനല്ലേ ഈ തട്ടിപ്പ്? എന്തിനാണ് കോൺഗ്രസ്സുകാർ ആ പാവങ്ങളെ പറ്റിക്കുന്നത്? ഒരു നല്ല ഭൂമിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ
ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഭൂമിയിലേക്ക് അവരെ തിരിച്ചുവിട്, അവിടെ സ്ഥലമുണ്ട്, അവിടെ ഉണ്ടാക്കി കൊടുക്കും. ഇതല്ലേ മാന്യത? എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വയനാടിൻ്റെ കാട്ടാൻ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു വീടുണ്ടാക്കുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ലക്ഷ്യം ഉണ്ടാവും. ആ വീട്ടിലുള്ള ആരെങ്കിലും കാട്ടാൻ ഇറങ്ങി വന്ന് ചവിട്ടിക്കൊന്നാൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാലോ, തെരുവിലിറങ്ങിയിട്ട് സമരം ചെയ്യാലോ. ഇതും കൂടി നിങ്ങളെ ലക്ഷ്യത്തിലുണ്ടാവും. ദുഷ്ട മനസ്സേ, ഒരു സന്മനസ്സ് കാണിക്കുക പാവങ്ങൾക്ക് വേണ്ടിയെങ്കിലും.